ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു മാങ്ങാക്കറിയാണ് കേട്ടോ വയ്ക്കാൻ പോണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വൃദ്ധത്തിൻ്റെ നാളുകളാണ്, വൃശ്ചിക മാസമൊക്കെ വരാൻ പോണത്. അപ്പം നല്ലൊരു പുളിയും ഇതൊക്കെ ഉള്ള ഒരു കറി കൂട്ടി ചോറ് കഴിക്കാനായിരിക്കും നമുക്കൊക്കെ ഇഷ്ടം. അപ്പം അതിന് വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇത്. ചെറിയ ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കടുക്, ജീരകം, 2 തരം പാല് എടുക്കണം തേങ്ങയുടെ, പിന്നെ മാങ്ങ ഇതേപോലെ അരിഞ്ഞ് ഞാൻ പതുക്കെ ഒന്ന് വാട്ടി വെച്ചിരിക്കുന്നതാണ്. ഞാൻ രണ്ടാമത്തെ പാല് എടുത്തതിന് ശേഷം കടുകും ജീരകം നല്ല ജീരകമാണ്, അത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ മിക്സിയിൽ അടിച്ചിട്ടാണ് നല്ല പോലെ തിളപ്പിക്കണം. ഇതിൻ്റെ എല്ലാം കുത്തുമണം ഒന്ന് ഒതുങ്ങണം. പച്ചക്കടുകിൻ്റെ ആ ഒരു മണം നിൽക്കാൻ പാടില്ല. അതുപോലെ നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകണം കേട്ടോ. അതിന് ശേഷം ഈ മാങ്ങ ഇതിലേക്ക് ഇടുക. മാങ്ങ ഇട്ടിട്ട് ഞാൻ വാട്ടിയിട്ടുണ്ട് ഉടയാണ്ടിരിക്കാനായിട്ട്. വെളിച്ചെണ്ണയിൽ ആദ്യം തന്നെ മാങ്ങയിട്ട് ഒന്ന് കൂടെ അതിൽ കിടന്നിട്ട് ഒന്ന് വെവട്ടെ. അതിന് ശേഷം തീ കുറച്ചിട്ട് ഈ ഒന്നാം പാല് അതിൽ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിക്കണം. ഇതിപ്പോൾ അങ്കമാലി മാങ്ങാക്കറി ഒന്നും അല്ല കേട്ടോ. എന്നാലും നിങ്ങളൊന്ന് വെച്ച് നോക്കുക, നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ്. കണ്ടില്ലേ? എന്നിട്ട് കൂടുതൽ നേരം തിളപ്പിക്കണ്ട. അതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വറവിടണം ഇതിലോട്ട്. ഇതിപ്പോൾ വേണമെങ്കിൽ കയ്പമംഗലം മാങ്ങക്കറി എന്നൊക്കെ പറയാം. ഇതാദ്യമേ ഞാൻ ഈ മാങ്ങ വാട്ടി വെച്ച എണ്ണയിൽ, അതേപോലെ ഈ പച്ചക്കടുക് അരയ്ക്കുന്ന കാരണം അതെല്ലാം ഞാൻ ആ 2ാം പാലിൽ ഇട്ടിട്ട് ഞാൻ നല്ലപോലെ അതൊക്കെ തിളപ്പിച്ച് വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ പിടിക്കാൻ ഇങ്ങനെ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. കുറച്ചും കൂടെ ഒരു സമയം ഒക്കെ വേണം. നിങ്ങൾ വിചാരിക്കും ഇത് എന്തോ ഇത് ഇങ്ങനെയാണോ എന്ന്. അതാണ് സംഭവം. ഇനി വറവിട്ടു, ഇനി തീ ഓഫ് ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക.